ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പ്രായമായ ഒരാൾ എല്ലാ ദിവസവും ദർശനത്തിനെത്തുമായിരുന്നു. മറ്റു ഭക്തരെല്ലാം വിഗ്രഹത്തിന് മുന്നിൽ കണ്ണടച്ചു നിന്ന് തങ്ങളുടെ സങ്കടങ്ങളും പരാതികളും ദൈവത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ചിലർ കരയുന്നു, ചിലർ ആവലാതിപ്പെടുന്നു. എന്നാൽ ഈ വൃദ്ധൻ മാത്രം ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ വിഗ്രഹത്തെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് തിരികെ നടക്കും. ഇത് ദിവസവും ശ്രദ്ധിച്ചിരുന്ന ഒരു യുവാവ് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, മുത്തശ്ശ, ഇവിടെ വരുന്നവരെല്ലാം അവരുടെ ദുഃഖങ്ങൾ ദൈവത്തോട് പറഞ്ഞ് കരയുകയാണ്. മുത്തശ്ശൻ മാത്രം എന്താണ് ഒന്നും പ്രാർത്ഥിക്കാതെ ദൈവത്തെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? ആ വൃദ്ധൻ ശാന്തമായി മറുപടി നൽകി, മകനെ, നമ്മൾ ഒരാളെ നോക്കി പുഞ്ചിരിച്ചാൽ അവർ തീർച്ചയായും തിരിച്ചു പുഞ്ചിരിക്കും. സങ്കടങ്ങൾ പങ്കുവച്ചാൽ കേട്ടു നിൽക്കുന്നവരും ആ സങ്കടത്തിൻ്റെ ഭാരത്തിലേക്ക് പോകും. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ സങ്കടങ്ങളുമായിട്ടല്ല, എൻ്റെ സ്നേഹവുമായിട്ടാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം തുടർന്നു, ദൈവത്തിന് മുന്നിൽ ഞാൻ പുഞ്ചിരിക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും ഒരു പുഞ്ചിരി എനിക്ക് തിരികെ ലഭിക്കുന്നത് പോലെ എനിക്ക് എന്നും തോന്നും. ആ നിമിഷം എൻ്റെ സങ്കടങ്ങളെല്ലാം വെറും നിസ്സാരമാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. നമ്മുടെ സന്തോഷത്തിൽ ദൈവം പങ്കുചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഏതൊരു സങ്കടത്തിനുള്ളിലും നമുക്ക് നല്ലത് വരുത്തുന്നത്. ആ യുവാവിന് അതൊരു വലിയ പാഠമായിരുന്നു. പരാതികൾക്ക് പകരം സന്തോഷത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ശാന്തമായ മനസ്സിലേക്ക് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു പുഞ്ചിരിയായി കടന്നു വരൂ. ഇതിലെ സന്ദേശം, ദൈവത്തിന് മുന്നിൽ സങ്കടം പറയുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയാണ് പുഞ്ചിരിയോടെ നന്ദി പറയുക എന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നമ്മളോടൊപ്പം പുഞ്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പിതാവിനോടോ മാതാവിനോടോ ഉപമിച്ചാൽ തൻ്റെ മക്കൾ എപ്പോഴും കരഞ്ഞു നിൽക്കുന്നതിനേക്കാൾ അവർ സന്തോഷത്തോടെയും ചിരിയോടെയും വരുന്നത് കാണാനല്ലേ ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കൂ. അതുപോലെയാണ് ആ പുഞ്ചിരി നമ്മളിലും ദൈവത്തിലും ഒരുപോലെ സന്തോഷം നിറയ്ക്കും.